ഞാനൊരു ചോദ്യം ചോദിക്കാം. 38 സൈസിലുള്ള ഒരു ഷർട്ടിന്റെ കൈയുടെ നീളം എത്രയാ? അറിയില്ലല്ലേ? അത് വിടും. മീഡിയം സൈസിലുള്ള ഷർട്ടിന്റെ മെഷർമെന്റ് ഒന്ന് പറഞ്ഞു. അതും അറിയില്ലെങ്കിൽ സ്ലിം ഫിറ്റ് ഷർട്ടിന്റെ മെഷർമെന്റ് എന്താന്ന് പറഞ്ഞാലും മതി. പറ. അതും അറിയില്ലേ? എന്നാ സ്കിന്നി ഫിറ്റിന്റെ മെഷർമെന്റ് ഒന്ന് പറ. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നേ? നിങ്ങൾ നിങ്ങളുടെ ജോലി. അത് പുതിയ കുട്ടിയാണെന്ന് അയാൾക്കറിയില്ലേ? പിന്നെന്തിനാ ഇമാതിരിയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ഇവിടെ ഉള്ള ആർക്കും അതിൻ്റെ ഉത്തരം നോക്കാതെ പറയാൻ പറ്റില്ല. ഉത്തരം പറയുമോളെ. ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഒക്കെ ഉത്തരം നിനക്കറിയൂ? അറിയുമെങ്കിൽ അറിയുന്നവരാ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. എനിക്കറിയില്ല സർ. അപ്പൊ അറിയില്ല. അപ്പൊ നിനക്ക് ഒന്നും അറിയില്ല. ഒന്നും അറിയാതെ ഇവിടുത്തെ മെഷീനിൽ കയറിയിരുന്ന് ഇവിടുത്തെ തുണിയെടുത്ത് തയ്ക്കാൻ ഇത് നിന്റെ കുടുംബക്കാരുടെ കമ്പനിയാണോ? മെഷീന്റെ മുമ്പിൽ എനിക്ക് ആരാ നിന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു? ചോദിച്ചു കേട്ടില്ലേ? സർ, ഇവളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ഞാനാ. നിനക്ക് വിവരം ഉണ്ടോടാ? നീയൊക്കെ എങ്ങനെയാ സൂപ്പർവൈസർ ആയത്? നീയൊക്കെ എത്ര കാലടാ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? തൈലിന്റെ മണ്ണും പിണ്ണാക്കും തിരിച്ചറിയാത്ത ഇവളെ നീ എങ്ങനെയാടാ മിഷന്റെ മുമ്പിൽ പിടിച്ചിരുത്തിയത്? ഈ ഫാക്ടറി എങ്ങനെയെങ്കിലൊക്കെ പൂട്ടിക്കണമെന്നായിരിക്കും നിന്റെയൊക്കെ മനസ്സിലിപ്പോ അല്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥാപനം ഈ നിലയിൽ എത്തിച്ചതെന്ന് നിനക്കറിയോ? ഈ സ്ഥാപനത്തിന്റെ നിലയും വിലയും നിനക്കറിയോ? ഞങ്ങളുടെയൊക്കെ കസ്റ്റമേഴ്സ് ആരാന്ന് നിനക്കറിയോ? അമേരിക്കക്കാര് 5ഉം 10ഉം രൂപയ്ക്ക് പ്ലാറ്റ്ഫോമിലിട്ട് വിൽക്കുന്ന ഡ്രസ്സാണ് ഇവിടെ ഉണ്ടാക്കുന്നതാണോ അതിന്റെ വിചാരം? കാണാൻ വലിയ തരക്കേടില്ലാത്തൊരു പെണ്ണ്. നീ ഇവളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ചെയ്തായിരിക്കും അല്ലേ? ഇവിടെ ആരൊക്കെ എന്ത് ചെയ്യണം, ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കണം എന്ന് തീരുമാനിക്കാൻ ഞാനുണ്ട്. എന്റെ മോളിൽ കയറിയിരുന്ന് നീ ഭരിക്കണ്ട. ഇവക്ക് തയ്ക്കാൻ അറിയാന്നാ എന്നോട് പറഞ്ഞത്. സാമ്പിൾ ഡ്രസ്സ് തുന്നിക്കാനാ ഞാനിവളെ ഇവിടെ ഇരുത്തിയത്. അല്ലാതെ ഇവിടെ വരുന്നവരെ ആദ്യം തന്നെ മിഷന്റെ മുമ്പിൽ പിടിച്ചിരുത്തലാണോ പതിവ്? തേക്കാൻ പഠിപ്പിക്കണം, പീസ് വെട്ടാൻ പഠിപ്പിക്കണം, പാക്കിംഗ് പഠിപ്പിക്കണം. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ മിഷന്റെ മുമ്പിൽ ഇരുത്താവൂ. അറിയില്ലേ നിനക്ക്? വന്ന ഉടനെ തന്നെ മുതലാളിയെ പോലെ കസേരയിൽ പിടിച്ചിരുത്തിയേക്കാം. വാങ്ങുന്ന കാശിനുള്ള ജോലി ചെയ്യടാ. എല്ലാ ദിവസവും 300ഉം 400ഉം പീസാ റിജക്റ്റ് ആവണത്. നീയൊക്കെ ചെയ്യുന്ന തോന്നിയാസത്തിനെ മുകളിലിരിക്കുന്നവരോടെ ഞാനാ സമാനം പറയേണ്ടത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കാരണത്തടിച്ച് മാപ്പ് അറിയിപ്പിച്ചതല്ലേ? നിന്നെ കൊണ്ട് ഞാൻ ചക്രശ്വാസം വലിപ്പിക്കൂടി. ഒരു മണ്ണാങ്കട്ട അറിയാത്ത നിനക്ക് പറ്റിയ പണി ഞാൻ തരാം. വാടിവിടെ. ആ ചൂല് വിളിക്ക് കൊടുക്ക്. കൊടുക്കാനേ പറഞ്ഞത്. ഇനി മുതൽ നീ 3rd ഫ്ലോർ മാത്രം തൂത്താ മതി. ഈ ഫ്ലോർ ഇവിടെ തൂത്തോളൂ. പോയിക്കോ. ഇനി മുതൽ ഗോഡൌണും 1st ഫ്ലോറും 2nd ഫ്ലോറും ബാക്കി എല്ലാ സ്ഥലങ്ങളും നീയാണ് തൂക്കേണ്ടത്. പറ്റുള്ളി പോയിക്കോ. +2കാരെ നിനക്ക് കലക്ടർ ഉദ്യോഗം കിട്ടും. കലക്ടർ ഉദ്യോഗം. പലിശയ്ക്ക് വാങ്ങിയ കാശും കൃത്യമായി എൻ്റെ വീട്ടിലെത്തിച്ചിരിക്കണം.